ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുക്ക് ചെയ്യുന്നതൊന്നുമില്ല. കാരണം ഇന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും നടക്കത്തില്ല കേട്ടോ. കഴിഞ്ഞ വീട്ടിൽ കണ്ടവർക്കറിയാം, നമ്മൾ ഇന്നലെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മൊത്തം ചവറായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് കുക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അകത്തെ പരിപാടികളൊന്നും നടക്കത്തില്ല. അതുപോലെ ഇന്ന് എനിക്ക് എൻ്റെ താടിയൊക്കെ ഒന്ന് ട്രിം ചെയ്ത് മുടിയൊക്കെ ഒന്ന് വെട്ടണം. ആകെ കോലം കെട്ടി കിടക്കുകയാണ്. താടി എന്ന് പറയുമ്പോൾ അങ്ങ് നീണ്ടു നിറന്ന് കിടക്കുമല്ല, എനിക്കൊരു ഒരുമാതിരി വൃത്തികെട്ട താടിയാണ്. എൻ്റെ താടിയെ പറ്റി ഞാൻ തന്നെ കുറ്റം പറയും. അവിടെ ഇവിടെ ഒരുമാതിരി താടിയാണ്, എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ എന്തായാലും അതൊക്കെ ചെയ്യണം. അപ്പോൾ നേരെ നമുക്ക് ആദ്യം ഇന്ന് രാവിലെ പോയി ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാം. ഇന്നിപ്പോൾ രാവിലെ എണീക്കും കേട്ടോ. അപ്പോൾ സമയം 9 മണിയായിട്ടുണ്ട്. 8 മണിയായിട്ടുണ്ട്. അപ്പോൾ 8 മണി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ അതാണ് വലിയ രാവിലെ എന്ന്. എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര രാവിലെയാണ്. ഞാൻ 8 മണിക്കൊന്നും എണീക്കാറില്ലാത്തതാണ്. പക്ഷേ മൃദയുടെ അവിടെ പോയി നിന്നിട്ട് എനിക്ക് കിട്ടിയ ഒരു ശീലമാണ് രാവിലെ എണീക്കുക എന്നുള്ളത്. കാരണം അവിടെ ഞാൻ രാവിലെ എണീക്കും, എന്താണെന്ന് എനിക്കറിയത്തില്ല, രാവിലെ എണീക്കും. തുടങ്ങാം. നമ്മളിവിടെ ഒരു ശരവണഭവൻ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് കേട്ടോ. അവിടെ നല്ല ദോശ കിട്ടും. അത് നല്ല ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് നമുക്കൊരു വീട്ടിലെ ഊണുണ്ട്, അവിടെ നല്ല ഊണ് കിട്ടും. നമുക്ക് ക്ലീനിങ് ഉള്ളതുകൊണ്ട് കുക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ ശരിയാവത്തില്ല. മൃദുല അവിടെ ക്ലീനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ രാവിലെ തുടങ്ങിയ ജോലിയൊക്കെ അങ്ങ് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ക്ലീനിങ് വീട് വൃത്തിയായിട്ട് അടുക്കള കയറി കുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവം. വീട്ടിൽ ആളില്ലെങ്കിലും പൊടിയാവും. അതെങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ അഴുക്കാക്കാൻ വീട്ടിൽ ആരും ഇല്ലല്ലോ, എങ്കിലും പൊടിയാവും. അതാണ് അത്. മേലത്തെ 3 റൂം, താഴത്തെ 2 റൂം, ബാത്റൂം എല്ലാം കൂടി ക്ലീൻ ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും നടുപൊടിയും. മറ്റുള്ള റോബോട്ടിനെ വല്ലതും വാങ്ങിച്ചാൽ എന്തെന്ന് ആലോചിക്കുക. അതാകുമ്പോൾ ഓട്ടോമാറ്റിക് അങ്ങ് തൂക്കുമല്ലോ, തുടക്കുകയും ചെയ്യും തൂക്കുകയും ചെയ്തു തോന്നുന്നു. അത് വല്ലതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ലെറ്റ്സ് ഗോ. നല്ലോണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സുഹൃത്തുക്കളെ. ഇന്ന് കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്യാറുണ്ട്. സാരദോശ, വടയും വെച്ചോ, ബോണ്ട, പരിപ്പൂട. ഹലോ അമ്പു ഗുഡ് മോർണിംഗ്. അമ്പു ഗുഡ് മോർണിംഗ്. ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് ഗുഡ് മോർണിംഗ് പറയണ്ടേ, ഇതിന് മുന്നേ അത് ശരിയാ. അമ്പൂട്ടനെ അപ്പി ലീക്ക് ആവുന്നു. ഇപ്പൊ അവര് പാമ്പേഴ്സിന് വലുത് നോക്കണം കേട്ടോ. ഇന്നലെ മൊത്തം കാറിലായി, ഇന്ന് മൊത്തം ബെഡിലായി. നിന്റെ അപ്പി നോക്കിയോ, നിന്റെ അപ്പി കൺട്രോൾ ചെയ്തോ നീ. ഹേ ഗായ്സ്, അപ്പൊ നമ്മുടെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ദേ പള തിളങ്ങണ നമ്മുടെ കണ്ടോ നമ്മളെ വീട്. ഇന്നലെ എങ്ങനെ കിടന്നതാ, തൂക്കുമ്പോ വൃത്തിയാവുമല്ലോ. ഇത് വാഷിംഗ് മെഷീൻ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നേ. മടക്കാണ്ട് സമ്പൂട്ടം നല്ല ഉറക്കമാണ് സുഹൃത്തുക്കളെ. തുണി മടക്കാനുള്ളതാ. അയ്യോ, കൂമ്പാരം കൂമ്പിട്ടേക്കുന്നു. അതെ, എനിക്ക് തിരിച്ചു വരണം. തിരിച്ചു വരാൻ താടിയും പൊടി വെട്ടിയാൽ മതി. ഈ മുഖത്തുള്ള വണ്ണം വരെ കുറയും. നീ വരുന്നില്ലേ? ഞാനും വരാം, പക്ഷെ ഇന്ന് നടക്കുമോ? ഇന്ന് ഫുൾ അവധിയാണ്. ഏതെങ്കിലും ലോക്കൽ ഷോപ്പ് എവിടെയെങ്കിലും പോയി വെട്ടിയേ പറ്റത്തുള്ളൂ എനിക്ക്. കാരണം എനിക്ക് ഓഹോ പൊട്ടിത്തെറിക്കൂ, ഭയങ്കര ശബ്ദം. എന്ത് ഇട്ടേക്കുന്നതിനകത്ത്? തുണിയാണ് ഇട്ടേക്കുന്നത്. എനിക്കൊന്ന് സ്റ്റീം ചെയ്യുന്ന മെഷീൻ ഓണായി കാണും, അതായിരിക്കും ഭയങ്കര ശബ്ദം. നമ്മളെ വീട്ടിന്റെ അടുത്ത് വേറൊരു വീട് വെച്ച് തീർന്നു കേട്ടോ. ആരെങ്കിലും വേണോ വരൂ, അത് കാണിച്ചു തരാം. എന്താ കൈസ് വേണ്ടേ? എൻ്റെ പുതിയ വീട് അവിടെ പണിഞ്ഞ് എന്തോ ആയി. 2ാമത്തെ നില എല്ലാം കംപ്ലീറ്റ് ആയി. എന്തായാലും ഓണത്തിനൊക്കെ മുമ്പ് ആൾക്കാർ വരുമെന്നാ തോന്നുന്നില്ലേ? വെള്ള പുട്ടി. അപ്പം ഇവിടെയും വീടുണ്ട് കേട്ടോ. ഇതിന്റെ ഈ വീടിന്റെ ബാക്കിൽ ഒരു വീട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പുതിയ അയൽവക്കക്കാര്. ആരാണ് അയൽവക്കക്കാര്? ആരെങ്കിലും വാ ഗൈസ്, ഇവിടെ മിണ്ടിയും പറഞ്ഞിരിക്കും. അതുകൊണ്ട് ഇവിടെ ഹലോ എന്നൊക്കെ പറഞ്ഞിരിക്കാം. ഏത് അവിടെ സിറ്റോട്ട് ഇന്നാ നമുക്ക് ഇരിക്കാം. അങ്ങനെ ആരെങ്കിലും വൈബുള്ള ആൾക്കാരൊക്കെ വരി, നമുക്ക് സംസാരിച്ചൊക്കെ ഇരിക്കാം. അതാ വൈബില്ലാത്തുള്ള നമുക്ക് വൈബ് ആക്കാം. അപ്പം ആരെങ്കിലും വേണോ? ആരെങ്കിലും വരുന്നുണ്ടോ? ആരും വീടൊന്നും വാങ്ങിച്ചിട്ടില്ല. എനിക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ആക്കി നോക്കട്ടെ. ഞാൻ മുതലാളിയായിട്ട് സംസാരിച്ച് നോക്കാം. നമ്മളെ ഈ വീട് വെച്ച മുതലാളി തന്നെയാണ് ആ വീടും വെക്കണം. നമുക്ക് മുതലാളിയായിട്ട് സംസാരിച്ച് സെറ്റാക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ആയി. വണ്ടി ഉടനെ കിട്ടും. വണ്ടി ഉടനെ വെയിറ്റിംഗ് ആണ്. ഇങ്ങനെ നീണ്ടു പോവുക. അപ്പോൾ വണ്ടി കിട്ടിയിട്ട് വേണം എനിക്ക് അയ്യപ്പനെ കാണാൻ പോകണം. അപ്പം നമുക്ക് മാല ഇടണം. ഞാൻ എൻ്റെ ട്രയലായിട്ടൊരു കറുത്ത മുണ്ടൊക്കെ ഒന്ന് എടുത്ത് നോക്കിയത്.
മുണ്ടോ കൈലി എങ്ങനെയുണ്ട് കൈലി? കൊള്ളാം. കൊറേ പേര് കമന്റ് ഇടുന്നായിട്ട് ഏട്ടന് മുണ്ടുടുക്കാൻ അറിയത്തില്ല. സത്യമല്ലേ? അറിയത്തില്ലല്ലോ. അറിയാത്ത കാര്യങ്ങൾ. ഓ പുതിയ വാഴ വന്നല്ലോ. കലാത്തി ഊട്ടിയ. പുതിയ ചെടികളൊക്കെ വന്ന് കണ്ടായിരുന്നോ? കാടൊക്കെ പിടിച്ചു. ആ ചില എന്ത് ചെടികളാ, ഞാൻ പൂ വരുന്ന നോക്കട്ടെ, ഇല്ലെങ്കിൽ ഞാൻ പിച്ച് ദൂരെ കളയും. എനിക്ക് തോന്നേ നമ്മുടെ അതേ വീട്ടിന്റെ അതേ അത്രയും റൂം ഉണ്ടെന്ന് തോന്നുന്നത് അല്ലേ? 4-5 റൂം കാണണം അല്ലേ? 4 ഉണ്ടെന്നല്ലേ പറഞ്ഞേ? എത്ര 8-9 അടുപ്പിച്ച് സെന്റും ഉണ്ട്. എല്ലാം കരിഞ്ഞ് നീ എന്തിനു ഒഴിക്കണ? തെറ്റി പോയോ? ആളില്ലാത്തതാടി പോയത്. എന്റെ ദൈവമേ, വെയിലല്ല, വെയിലിന്റെ കൂടെ വെള്ളം ഒഴിപ്പില്ല, ആളില്ല. പോവാം അമ്പൂട്ടാ. അങ്ങനെ അമ്പൂട്ടന്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഉറങ്ങാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. അതെ ഉറങ്ങി എണീക്കട്ടെ. ചവയ്ക്ക് വായു ചവയ്ക്കും കേട്ടോ, വായുദേവൻ ചവയ്ക്ക്. അമ്മ ചുമ്മാ ചവയ്ക്കുക. അടുത്ത മാസം ചോറ് തരാം കേട്ടാ. പല്ലുണ്ടാ? അത് കാണത്തില്ല. നമുക്ക് ആദ്യം പെട്രോൾ അടിക്കണം. പെട്രോളില്ല. നമ്മളെ ക്ഷേത്രമൊന്ന് ഇവിടെ ഉത്സവമാണ് ഗൈസ്. ഇവിടെ ക്രിക്കറ്റ് കളി. എനിക്ക് ഇവിടെ കളിക്കാൻ പറഞ്ഞു. അണ്ണന്മാരെ എന്നെ കളിപ്പിച്ചേ. എനിക്ക് കളിക്കണം നിങ്ങളിവിടെ ക്രിക്കറ്റ്. ഞാൻ സൂപ്പറായിട്ട് ബൗൾ ചെയ്യും. ഞാൻ ഫാസ്റ്റ് ബൗളറാണ്. പറഞ്ഞിട്ട് ഇറങ്ങി. എന്റെ ചേട്ടൻ നല്ലോണം ക്രിക്കറ്റ് കളിക്കും, കളിപ്പിക്കും. ഇങ്ങനെ നിങ്ങൾ ഒരു ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അതുകൊണ്ടല്ലേ ഞാൻ ജിമ്മിനൊന്നും പോവാതെ. നിങ്ങൾക്ക് ഒറ്റയ്ക്കായി പോകുന്നില്ലേ വീട്ടില്? ജിമ്മിലോ? അമ്പോട്ടിനെ കൊണ്ടോ? ഇനി അമ്മ വരട്ടെ. അമ്മ വരുമ്പം ഞാൻ ജിമ്മിലോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ. ജിമ്മിന് പോണ്ടേ? അയ്യോ ജിമ്മിൽ പോയാൽ ഞാൻ ഫിറ്റ് ആണ്. എന്നാലും കളിക്കാൻ പോകും. ശരി, കളിക്കാൻ പോകും. അമ്പി മുടിഞ്ഞ ക്യൂ ഗൈസ്. അമ്പൂട്ടന് സൺ കിസ്ഡ്. ഓഹ് അമ്മച്ചി മോനെ സൺ കിസ്ഡ്. വൈറ്റമിൻ ഡി. അമ്പൂട്ട ദൂരെ വാവ പോകുന്നു. അമ്പൂട്ടാ വാവ പോകുന്നു. വാവ അമ്പിട്ടു ടിക്കറ്റ് കണ്ടി. ഭയങ്കര ശരിയാ. മുടി വെട്ടിയാലോ അമ്പൂട്ടന്റെ? വീക്കട്ട് വേട്ടെ, വീക്കട്ട് ചുള്ളനായിട്ട് വരാം കേട്ടോ. അയ്യോ വണ്ടി. പിള്ളേരെയൊക്കെ ആകർഷിക്കാനുള്ള പരിപാടി കേട്ടോ. അടങ്ങിയിരിക്കാത്ത പിള്ളേരെ വെച്ചിട്ട് നൈസ് ഐഡിയ, ബ്രില്യൻ്റ് ഐഡിയ. ഇവിടെ ഉണ്ട് വണ്ടി. ബി ഹാപ്പി ആൻഡ് ബി സ്ട്രോങ്. വിമൻസ് ആൾവേസ് സ്ട്രോങ്. ആൺകുട്ടികളെക്കാട്ടി ഏറ്റവും കൂടുതൽ ക്ഷമയും കരുത്തും എന്താ പറയാ എല്ലാം സഹിക്കാനുള്ള സഹനശേഷി ഉള്ളത് പെൺകുട്ടികൾക്കാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. നിങ്ങൾ അത്രയ്ക്ക് സ്ട്രോങ് അല്ലെങ്കിൽ അമ്പൂട്ടി കൈ ഇരിക്കുമോ? ആരെക്കാട്ടിലും നിങ്ങൾ സ്ട്രോങ് ആയിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് അല്ലേ അമ്പൂട്ടാ? അമ്മച്ചി അങ്ങോട്ട് പറഞ്ഞുകൂടാ, നീ അങ്ങോട്ട് ഉഷാറാക്കിക്കുക അമ്മച്ചിയെ. പൊളിയായിരിക്കണം. അച്ചാഹേ അയ്യോ അണ്ണൻ കയ്യൊക്കെ കെട്ടി കഴിഞ്ഞു മുതലേ ഞാൻ പൊളിക്ക്. വീഡിയോ കാണോ? ഓ താങ്ക് യു. നിങ്ങൾ ബോംബെയിലുണ്ടേ. തലവരെയാണോ എന്ത് വരെയാണെന്ന് അറിയാമോ? ചേട്ടൻ പൊളിക്കുന്നു. ഓക്കെ ഡൺ. സരോജിനി മാർക്കറ്റ് ഡൽഹി. അറിയാം. Sarojini market, ladies market. 99% ladies market. 1% gents. അതിനും പോണ്ട. And very cheap market. ചേട്ടൻ സ്ലൈഡൊക്കെ കുത്തി. കൊച്ചുപൂമ്പാറ്റേ. ഞാനങ്ങനെ ഇതേ മുടിയൊക്കെ വെട്ടി താടിയൊക്കെ പഠിച്ച് അവന് കാണണ്ടെന്ന് ഒറ്റ തിരിപ്പ്. ഞാൻ തിരിക്കുക. പക്ഷെ കൊള്ളാം. പെട്ടെന്ന് സ്ലിം ആയി പോയി. അതേ ഇപ്പൊ പെട്ടെന്ന് കണ്ടതുകൊണ്ടാ.
ഇതെല്ലാം 2 ദിവസം കഴിയുമ്പോൾ ഇച്ചിരി വളരുമ്പോൾ കറക്റ്റ് സെറ്റാവും. അല്ല പറഞ്ഞ് ആ ചേട്ടൻ്റെ അടുത്ത് ഷോർട്ട് എന്ന് പറഞ്ഞ് ഷോർട്ടാക്കി പിടിച്ചതാണ്. ഇത്രയും ഷോർട്ട് ചെയ്ത പക്ഷെ ഓക്കെയാണ്, അടിപൊളിയാണ്, ഓക്കെയാണ്. 2 ദിവസം കഴിയുമ്പോൾ സെറ്റാവും. എന്നെ പെട്ടെന്ന് മുടി വളരുന്നത് കൊണ്ട് താങ്ക് യു. ഡ്രൈവർ അമ്പ് ഡ്രൈവർ പിടി അമ്പ് വണ്ടി പിടി വണ്ടി പിടിയടാ. ഹാപ്പി ഫ്രെയിം അച്ഛനും അമ്മയും കുഞ്ഞും. ഡാൻസാ ഡാൻസ് യോ സ്റ്റെപ്പ് നീ ഡാൻസ് ഇപ്പോഴേ തുടങ്ങി. അമ്പൂട്ടൻ പുട്ട് ചിരട്ട പുട്ട് കുറച്ച് ബീഫ് അങ്ങോട്ട് എടുക്കുക, പുട്ട് അങ്ങോട്ട് എടുക്കുക, അങ്ങോട്ട് ഞെരടുക. Look at that. അമ്പൂട്ടൻ്റെ 4ാം മാസത്തെ ഷൂട്ട് കേട്ടോ. 5ാം മാസം ആവാറായപ്പോഴാണ് 4ാം മാസത്തെ ഷൂട്ട് എടുക്കുന്നത്. ഇരുന്നതാ സുന്ദരനായല്ലോ, അടിപൊളി, കളർഫുള്ള് തന്നെ. ഏതാ ഈ കളർ? ഇവിടെ എന്തൊക്കെയോ ഭിത്തിയുടെ മുകളിൽ 4 മാസത്തെ എന്തൊക്കെയോ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. എന്ത് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. എന്ത് ഉദ്ദേശം? അമ്പൂട്ട കമന്ന് വേണം കുറച്ച് നല്ല അടിപൊളി ഫോട്ടോ കിട്ടി കേട്ടോ. അത് ഞാൻ കൊടുക്കാം ഇവിടെ. നല്ല കിട്ടില്ല ഫിക്സ് അല്ല ഇല്ല അമ്പൂട്ടാ, താനെ കമന്ന് വീണതായിരുന്നു. ചില ഇങ്ങനെ ഇത് എങ്ങനെ എന്താണ് ഐഡിയ? ഉറപ്പിക്കാം. അയ്യോ ഞാൻ പുതിയ സാധനം വെച്ച് വെക്കരുത്. ഞാൻ മറ്റേ വൈറ്റ് ഷർട്ട്സ് കളയാൻ വേണ്ടി നോ സ്ട്രിപ്പ് വെച്ചേക്കും. രണ്ട് ബലൂണും പൊട്ടി ഗൈസ്, 2 പൊട്ടി കേട്ടോ. ഇനി ഒരു കാര്യം പിടിച്ചാണ്, ഒരു ഡബിൾ ടേപ്പ് എടുത്തിട്ടേ വാ ഇവിടെ ഒട്ടിച്ചേക്ക് വെക്കാണ്. ഡബിൾ ടേപ്പ്, നിന്നെ ഡബിൾ ടേപ്പ് എന്റെ ചന്തിയിൽ ഒട്ടിച്ച് വെക്കട്ടെ. നീ ചുമ്മാ പിടിച്ചോണ്ടിരിക്കല്ലേ. അപ്പൊ നമ്മളിത് മുടിയൊക്കെ വെട്ടി ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ ഒന്നും ചെയ്തില്ല. എടാ കള്ള, ഇതെന്താ ബീഫിന്റെ ഗ്രേവി. അവളെ കൈ ഇരുന്ന് കരഞ്ഞപ്പോ അവളെ എടുത്തതാ കേട്ടോ. പോടാ, എന്റെ കയ്യിൽ നിന്ന് ചുമ്മാ കരഞ്ഞിട്ട് ചിരിക്കുന്നടി. എന്റെ കയ്യിൽ നിന്ന് കരഞ്ഞിട്ട് അയ്യേ. എടാ ഒരുമാതിരി പരിപാടി കാണിക്കില്ല കേട്ടോ. കണ്ടാ എന്നെ പറ്റി നീ കള്ള കരച്ചിലല്ലേ നമ്മൂട്ടത്. അച്ഛന്റെ കയ്യിൽ നിന്ന് ഓടാൻ വേണ്ടിയുള്ള കള്ള കരച്ചിലായിരുന്ന കള്ള കരച്ചില്. അത് കൊള്ളായിരുന്നല്ലേ അത്. വിജയിച്ചു കേട്ടോ, വിജയിച്ച് നിന്റെ അഭിനയം വിജയിച്ചേ. അപ്പൊ കാശ് എന്തായാലും നമ്മുടെ ഹാപ്പി ആയിട്ട് ഈ ഒരു വ്ളോഗ് കൂടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പം എന്റെ ലുക്ക് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മുടി വെട്ടാതിന് നീ വെട്ടുമ്പോൾ മുഖത്ത് കാണുമ്പോൾ ഒരു എന്നോട് കമ്പയർ ചെയ്ത് ഞാൻ ഒരേ ഫ്രെയിം തരാൻ കേട്ടോ. കാരണം ഭയങ്കരമായിട്ടും എനിക്ക് എന്ത് പറയണം, മുഖത്തൊക്കെ ഭയങ്കര വണ്ണം. അപ്പൊ അത്രയുള്ള കാര്യം ഹാപ്പി ആയിട്ട് ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലുള്ള ബൈ. എന്നെ അച്ചടിച്ച് നീ എന്നെ പറ്റിച്ചോണ്ട് ഇന്ന് അച്ചടിച്ചേ. ഇന്ന് പറ്റിച്ചോണ്ട് ഇന്ന് നീ എന്നെ പറ്റിച്ചോണ്ട് ഞാൻ ബ്ലൂം അടിച്ചു. നീ ശശി അമ്പുട്ട് ശശി. ഒന്നും പറയണ്ട, നീ ശശി. ബ്ലൂമടി അമ്പുടെ ബ്ലൂമടി. നിങ്ങൾക്ക് എല്ലാവർക്കും ഉമ്മ കിട്ടിയോന്ന് ചോദിര്. എടാ നാളെ വരാതെ ഉമ്മ കിട്ടിയോന്ന് ചോദിച്ചാ.
പോയേനെ.